BECC 103 ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ്. ഇതിന്റെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഇഷ്യൂസ് ഇൻ മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സിന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അഥവാ മാക്രോ ഇക്കണോമിക്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡീൽ ചെയ്യണത്, കൈകാര്യം ചെയ്യണത്. അപ്പൊ നമുക്കറിയാം, മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആകമാനമുള്ള അഗ്രിഗേറ്റുകളുടെ സ്റ്റഡിയാണ്. മാക്രോ എന്ന് പറയുന്നത് മൈക്രോ ആവട്ടെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബേസിക്കായി ഈ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലുകളെ കുറിച്ചുള്ള പഠനമാണ്, അഗ്രിഗേറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. ടോട്ടൽ നാഷണൽ ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെന്റ്, ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആകമാനമുള്ള പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. അപ്പൊ എക്കണോമിയെ ഒന്നാകെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഒരു ബിസിനസ് സൈക്കിൾ അഥവാ ട്രേഡ് സൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇഷ്യൂസ് ഇൻ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കീഴിൽ വരുന്ന മാക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, ട്രേഡ് സൈക്കിൾ. ഇൻഫ്ലേഷൻ വെച്ചാൽ പണപ്പെരുപ്പമാണ്, നമുക്കറിയാം അല്ലെ. ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ ഓഫ് കോൺസ്റ്റന്റ്ലി റൈസിംഗ് പ്രൈസസ്. നിരന്തരമായി വിലകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കമോഡിറ്റീസിന്റെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ. ലാൻഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, റെന്റ് ആണ്. ലേബറിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വേജസ് ആണ്. ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റം നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരു രാജ്യത്ത്, ഒരു എക്കണോമിയിൽ ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്നാ പറയുന്നത്. ദി ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്കറിയാം, അത് ഡിഫ്ലേഷൻ ആണ്, പണച്ചുരുക്കമാണ്. സോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പിന്റെ സമയത്ത് സം പീപ്പിൾ ഗെയിൻ ആൻഡ് മോസ്റ്റ് പീപ്പിൾ ലൂസ്. ചില ആൾക്കാർക്ക് നേട്ടം ഉണ്ടാക്കാം, പക്ഷേ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും നഷ്ടങ്ങളുടെ കഥയാ പറയാനുണ്ടാവുക. സോ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ പാറ്റേൺ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതുവരെയുള്ള രാജ്യത്തിലെ ജനങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതി, ആ മാതൃക, അതിന് ആകമാനം ഒരു മാറ്റം ഉണ്ടാകും എന്നർത്ഥം ഈ പണപ്പെരുപ്പത്തിന്റെ കാലയളവിൽ. പണപ്പെരുപ്പം കൊണ്ട് മുതൽ നേട്ടം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. Therefore, അതുകൊണ്ട് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് പോളിസി ഈസ് ടു എൻഷുർ. ആ സീസണുകളിൽ ഗവൺമെന്റിന്റെ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിലകളിൽ സ്ഥിരത നിലനിർത്തുക, പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, എൻഷുർ ചെയ്യുക. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും നല്ലതല്ല, ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ഇല്ലാത്തൊരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ്. വേറൊരു കാര്യം ട്രേഡ് സൈക്കിൾ ആണ്, ബിസിനസ് സൈക്കിൾ. നമുക്കറിയാം, ബിസിനസ്സിൽ അപ്സും ഡൗൺസും ഉണ്ടാകും. ഒരു സമയത്ത് നല്ല ബൂം ഉണ്ടാവും, വേറൊരു സമയത്ത് നല്ല ഡിപ്രഷനിലേക്ക് ബിസിനസ് കൂപ്പുകുത്തുന്ന കാഴ്ച ഉണ്ടാവും. സോ ട്രേഡ് സൈക്കിൾ റെഫേഴ്സ് ടു ദ പീരിയോഡിക് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിരക്കിലുണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ, ഓർ അതുമല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ, ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് ദ ടെൻഡൻസി ഫോർ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ടു ഫ്ലക്ച്വേറ്റ് ഓവർ ടൈം. അങ്ങനെയുള്ള സമയത്ത് ഔട്ട്പുട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും പല കാലങ്ങളിൽ. പിന്നെ റെക്കറിംഗ് സീക്വൻസ്, ഇത് ഒരു ആവർത്തിക്കുന്ന സ്വഭാവത്തിലാണ് സംഭവിക്കുക, ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ആദ്യം ഒരു അപ്സ് ആണ് ഉണ്ടാവണമെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആണ് ഉണ്ടാവുക. ഓക്കെ, ദ പീരിയഡ് ഓഫ് ഗുഡ്സ്, ഗുഡ് ട്രേഡ് ഓൾട്ടർനേറ്റ്, നല്ല ഒരു കച്ചവടത്തിന്റെ കാലാവസ്ഥ മാറും. വിത്ത് സ്ലം പീരിയഡ്സ്, ഓക്കെ, എന്ന് വെച്ചാൽ വലിയ മോശമുള്ള കാലഘട്ടത്തിലേക്ക് വരും. ഓഫ് ലോ ഔട്ട്പുട്ട് ആൻഡ് ലോ എംപ്ലോയ്മെന്റ്. അപ്പോൾ ലോ ഔട്ട്പുട്ടും ലോ എംപ്ലോയ്മെന്റും ഒക്കെ സംഭവിക്കാം ആ സീസണുകളിൽ. അതുകൊണ്ട് ഇൻ ബൂം പീരിയഡുകളിൽ എംപ്ലോയ്മെന്റ് ഇസ് ലോ ബട്ട് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് ഹൈ. എംപ്ലോയ്മെന്റ് കുറവാണ്, പക്ഷെ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് ഉയർന്നിരിക്കും. ഇൻ പീരിയഡ്സ് ഓഫ് ഡിപ്രഷന്റെ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഈസ് ഹൈ ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇസ് മോഡറേറ്റ്. തൊഴിലില്ലായ്മ ഭയങ്കര ഉയർന്നിരിക്കും, അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് മിതമായിരിക്കും. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ബിസിനസ് സൈക്കിൾ ഉണ്ടാകുന്നു, വാട്ട് ആർ ദ കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ, എന്നിട്ട് അതിനുള്ള പരിഹാരം എന്താണ്, വാട്ട് ആർ ദ റെമഡീസ് ഫോർ ദീസ് പ്രോബ്ലംസ് ബൈ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ കൊണ്ടുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്, ഇതാണ് ഇവിടെ നോക്കുക. ഇനി അടുത്തത് സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് വേറൊരു വിഷയം. മോസ്റ്റ് മോഡേൺ മിക്സഡ് എക്കണോമീസ് സഫർ ഫ്രം ദ ഡിസീസ് ഓഫ് സ്റ്റാഗ്ഫ്ലേഷൻ. പല ആധുനിക മിക്സഡ് എക്കണോമീസും സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഇൻഫ്ലേഷൻ. ഒരു വശത്ത് കൂടെ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ
ഡിഫ്ലേഷനും. ഇതൊക്കെ സ്റ്റാഗ്ഫ്ലേഷൻ രണ്ടിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ എ സ്റ്റാഗ്നന്റ് ഇക്കണോമി. അതാണ് ഇൻഫ്ലേഷനും തൊഴിലില്ലായ്മയും, പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും രണ്ടും കൂടിയ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് സാധാരണഗതിയിൽ ഈ ഇൻഫ്ലേഷന്റെ സമയത്ത് എംപ്ലോയ്മെന്റ് മോഡറേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് ഇൻഫ്ലേഷന് വളരെ കൂടിയിരിക്കും, തൊഴിലില്ലായ്മയും വളരെ കൂടിയിരിക്കും. എന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ നല്ല വില, എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഉപഭോക്താക്കൾ തൊഴിൽ നഷ്ടപ്പെട്ടവരോ തൊഴിലില്ലാത്തവരോ ഒക്കെ ആയ അവസ്ഥ. ഇത് സ്റ്റാഗ്നൻസി ആണ് എക്കണോമിയിൽ ഉണ്ടാക്കുക, നിശ്ചലാവസ്ഥയാണ് ഉണ്ടാക്കുക. ആർക്കും ഒന്നും വാങ്ങിക്കാനില്ലാത്ത അവസ്ഥ, കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് കോംപ്ലക്സ് മൈക്രോ എക്കണോമിക് ഇഷ്യൂസ് ഓഫ് ദ ഡേ. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായ മാക്രോ എക്കണോമിക് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഇത്തരത്തിലുള്ള പ്രതിഭാസമാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇത് ഉണ്ട് കേട്ടോ. എവറി കൺട്രി ഇൻ ദ വേൾഡ് ഇസ് നൗ സ്ട്രഗ്ലിംഗ് ഹാർഡ് ടു ഫൈറ്റ് ദ ഡിസീസ് ഓഫ് സ്റ്റാഗ്ഫ്ലേഷൻ. ഇൻഫ്ലേഷനേക്കാൾ ഭീകരമാണ് സ്റ്റാഗ്ഫ്ലേഷന്റെ അവസ്ഥ. സോ ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ നമുക്ക് മാക്രോ എക്കണോമിക്സ് തന്നെയാണുള്ളൂ. ഇതിനൊക്കെ പരിഹാരം പറയാൻ, ഇതിനൊക്കെ റെമഡി പറയാൻ, ഇത് എന്തുകൊണ്ടുണ്ടാവുന്നുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ ഒക്കെ നമുക്ക് ഉള്ള ഒരേ ഒരു സബ്ജക്റ്റ് മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ കൈകാര്യം ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. വേറൊരു ചോദ്യം നമുക്ക് പറയാനുള്ളത് ഇക്കണോമിക് ഗ്രോത്തിനെ സംബന്ധിച്ചാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ട്രേഡ് സൈക്കിൾ. ട്രേഡ് സൈക്കിളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. എങ്കിൽ കൂടി ദ ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഹാസ് ബീൻ അപ്വേർഡ് ഇൻ മോസ്റ്റ് ഇൻഡസ്ട്രിയലി അഡ്വാൻസ്ഡ് കൺട്രീസ്. മിക്കവാറും വ്യാവസായികമായി വികസിതമായ രാജ്യങ്ങളിലെ അപ്വേർഡ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ദ ട്രെൻഡ് ഇൻ ദ നാഷൻസ് ടോട്ടൽ ഔട്ട്പുട്ട് ഓവർ ദ ലോങ് പീരിയഡ് ഈസ് ടോട്ടൽ ഔട്ട്പുട്ട് ഓവർ ദ ലോങ് പീരിയഡ് ഈസ് നോൺ ആസ് എക്കണോമിക് ഗ്രോത്ത്. അതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു an expansion of society's production capacity. സൊസൈറ്റിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഒരു എക്സ്പാൻഷൻ ആണ് ഇത് എന്ന് പറയാം. സച്ച് ആസ് ബ്രിങ്ങിങ് ന്യൂ ലാൻഡ് അണ്ടർ കൾട്ടിവേഷനിൽ പുതിയ ഭൂമി കൃഷിക്ക് കൊണ്ടുവരിക, പുതിയ കൃഷിഭൂമി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പഴയ കൃഷിഭൂമി എല്ലാം തീർന്നു, ഇനി തരിച്ചു കിടക്കുന്ന പുതിയ കൃഷിഭൂമിയും കൂടി കൃഷിക്ക് യോഗ്യമായ രീതിയിൽ ഉഴുതുമറിച്ചെടുത്തിട്ട് അവിടെയും കൂടി കൃഷി ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള കൃഷിഭൂമിയുടെ അളവ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്ന ഒരു മെത്തേഡാണെന്ന് പറഞ്ഞത്. സോ അത് എക്കണോമിക് ഗ്രോത്തിലേക്ക് കഴിയുക. പുതിയ ഫാക്ടറികൾ തുടങ്ങുക, സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഫാക്ടറീസ്, അതും നമുക്ക് എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരു വഴിയാണ്. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാം. ഇനി ഗ്രോത്ത് ഈസ് മെഷേർഡ് ബൈ ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം. പ്രതിശീർഷ ആളെന്നൊക്കെയുള്ള വരുമാനത്തെയാണ് പെർ ക്യാപിറ്റ എന്നത്. അത് വർദ്ധിപ്പിക്കുന്നതിലൂടെയും നമുക്കിത് പോസിബിൾ ആകും. ആൻഡ് ഈസ് ഇലസ്ട്രേറ്റഡ് ബൈ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമുക്ക് ഇതറിയാം, എക്കണോമിക് ഗ്രോത്തിലെ ഇത് നമുക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ കഴിഞ്ഞ ഗ്രാഫിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. PPC എന്ന് പറയുന്ന കർവ് വലതുവശത്തേക്ക് നമ്മൾ വിഭവങ്ങളെ വളർത്തിയെടുക്കണേ, നമ്മൾ കൃഷിഭൂമി കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക, തൊഴിലാളികളെ കൂടുതൽ ട്രെയിൻ ചെയ്യിച്ച് കൂടുതൽ ഇഫക്റ്റീവായ വർക്ക് ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കുക, ഈ രീതികളിലൊക്കെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കാം. അപ്പൊ അത് ഓരോ വർഷവും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നു, അതിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇക്കണോമിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC അപ്പോർഡ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ് കാരണം, അല്ലെ? അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. There are 3 major sources of growth. ഗ്രോത്തിനുള്ള 3 മേജർ സോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രോത്ത് ഓഫ് ദ ലേബർ ഫോഴ്സിന്റെ ഗ്രോത്ത്, 2 ക്യാപിറ്റൽ ഇൻഫർമേഷൻ, 3 ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇവയൊക്കെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്. എ കൺട്രി സീക്സ് ടു അച്ചീവ് ഇക്കണോമിക് ഗ്രോത്ത് മെയിൻലി ഫോർ ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. ഒരു രാജ്യം എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ്, മെച്ചപ്പെടുത്തിക്കൊണ്ടാണ്. ഇഫ് ദ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എക്സീഡ്സ് ദ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാൾ കൂടിയിരിക്കുകയാണെങ്കിൽ ദർ ഈസ് ലൈക്ലി ടു ബി ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരാനുള്ള ചാൻസ് ഉണ്ട് ഫോർ ദ ആവറേജ് പേഴ്സൺ.
ശരാശരി വ്യക്തിയെ സംബന്ധിച്ച്. ഇപ്പൊ ഇതൊക്കെ അപ്പൊ എക്കണോമിക് ഗ്രോത്ത് അത് നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ സബ്ജക്ട് മാറ്റർ ആണ്. അത് മാക്രോ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്ന ഇഷ്യൂസ് ഏതൊക്കെയാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ തൊഴിലില്ലായ്മയും തൊഴിലും മാത്രമല്ല, എക്കണോമിക് ഗ്രോത്തും ബിസിനസ് സൈക്കിളും ഒക്കെ നമ്മുടെ മാക്രോ എക്കണോമിക്സ് ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. ആറാമതൊരു ഇഷ്യൂ മാക്രോ എക്കണോമിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇതാണ്, ദ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റും ബാലൻസ് ഓഫ് പേയ്മെന്റ്, രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതിയുടെ തിരിച്ചടവ് മിച്ചത്തെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കയറ്റി അയക്കുന്നു, അതേ രാജ്യങ്ങൾ തമ്മിൽ തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുമതിയും ഉണ്ടാകും. അപ്പൊ കയറ്റി അയച്ചതിന്റെ എമൗണ്ട് ആണോ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൂടുതൽ, അല്ല ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിന്റെ പൈസ അങ്ങോട്ടാണോ കൂടുതൽ കൊടുക്കാനുള്ളത്, ഏതാണ് ഇങ്ങോട്ട് ബാലൻസ് നിൽക്കുന്ന ഏത് രാജ്യത്തിന് അനുകൂലമായിട്ടാണ്, അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു, അമേരിക്കയിൽ നിന്ന് തിരിച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. നമ്മുടെ എക്സ്പോർട്ട് ആണ് കൂടുതൽ എമൗണ്ടിനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബാലൻസ് ഇങ്ങോട്ട് ഡോളർ കിട്ടാനുണ്ടാവും. അത് നമ്മുടെ രാജ്യത്തിന് ഫേവറബിൾ ആയിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് പോലുള്ള വിഷയങ്ങൾ, എക്സ്ചേഞ്ച് റേറ്റ് പോലുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടും നമുക്ക് ഈ മാക്രോ എക്കണോമിക്സിന്റെ സബ്ജക്റ്റ് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹോം കൺട്രിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻസ് വിപുലമായി നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് എന്നുള്ളതാണ് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ എൻറ്റയർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്ചേഞ്ച് റേറ്റ്, ഒക്കെ എക്സ്ചേഞ്ച് റേറ്റിനാൽ സ്വാധീനിക്കപ്പെടുന്നു. അപ്പൊ ഈ കാര്യങ്ങളും കൂടി പറയുക. അങ്ങനെയാണ് അടുത്ത ഒരു ചോദ്യം നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം.